ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് പല വാഹനങ്ങൾക്കും പല രീതിക്കുള്ള ടയർ ലൈഫുകൾ കിട്ടുന്നത്. അതായത് ഇപ്പോൾ സ്വിഫ്റ്റ് തന്നെ, നമുക്കൊരു ജസ്റ്റ് എക്സാമ്പിൾ സ്വിഫ്റ്റ് വാഹനം ഒന്ന് നോക്കാം. ഒരു സ്വിഫ്റ്റ് വാഹനത്തിൻ്റെ കസ്റ്റമർക്ക് കിട്ടുന്ന മൈലേജ് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ കിട്ടുന്നൊരു ടയർ ലൈഫ് ആയിരിക്കത്തില്ല വേറൊരു സ്വിഫ്റ്റ് കസ്റ്റമർക്ക് കിട്ടുന്നത്. പക്ഷേ രണ്ടും ഒരേ കമ്പനിയുടെ ടയർ ആയിരിക്കും. ചിലപ്പം ഒരാൾ സ്ഥിരമായിട്ട് അലൈൻമെൻറ്റും ബാലൻസിങ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും, അലൈൻമെൻറ്റ് ബാലൻസിങ് ടയർ റൊട്ടേഷനൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. എന്നാൽ മറ്റേ വ്യക്തി അലൈൻമെൻറ്റോ ബാലൻസിങ്ങോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ആ പറഞ്ഞ ആൾക്ക് കൂടുതൽ ടയറിന് ലൈഫും കിട്ടി. എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് അലൈൻമെൻറ്റും ബാലൻസിങ്ങും എല്ലാം ചെയ്തൊരു വ്യക്തിക്ക് കുറവും അത് ചെയ്യാത്തൊരു വ്യക്തിക്ക് കൂടുതലും കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അതിലെന്തോ കളിയില്ലേ? അലൈൻമെൻറ്റ് ചെയ്യുന്നതും ബാലൻസിങ് ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ലേ? അതോ അത് ചെയ്യുന്നതാണോ കുഴപ്പം? ഇങ്ങനെയൊക്കെ പലർക്കും മനസ്സിൽ സംശയം വരുന്നൊരു കാര്യമാണ്. ശരിക്കും അലൈൻമെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും, അലൈൻമെൻറ്റ് ചെയ്തിരിക്കണം. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഈ അലൈൻമെൻറ്റ് ചെയ്യേണ്ടത് ചിലർ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്യാറുണ്ട്, 5,000 കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്യാറുണ്ട്. 5,000 ഞാൻ റെക്കമെൻഡ് ചെയ്യും, വേറൊന്നും കൊണ്ടല്ല. 5,000 കിലോമീറ്റർ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ വെച്ച് മാറുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എന്തുകൊണ്ട് രണ്ട് വാഹനത്തിനും, ഒരേ ടൈപ്പ് വാഹനത്തിന് 2 ടയർ ലൈഫ് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ കാര്യം വരുന്നത്. നമ്മൾ വാഹനം ഓടിക്കുന്ന രീതിയുടെ പ്രശ്നം വരുന്നത്. അതായത് വാഹനം ഓടിക്കുന്ന രീതിക്കനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ തേയ്മാനം മാറിക്കൊണ്ടേയിരിക്കും. അതായത് നല്ല രീതിക്ക് വാഹനം ഓടിക്കുകയാണ്, ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കാതെ, ഒരുപാട് സഡൻ ബ്രേക്കിംഗ് ഉണ്ടാക്കാതെ ഒക്കെ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ടയറിന് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഇതൊന്നും അല്ലാതെ തന്നെ വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നോർമൽ രീതിക്ക്, അതായത് നമുക്ക് പല രീതിക്ക് വാഹനം ഓടിക്കാൻ പറ്റും. നോർമൽ രീതിക്ക് ഓടിക്കാൻ പറ്റും, എന്നാൽ വെറുതെ അടിച്ചു വിട്ട് ഓടിക്കുന്ന രീതിക്ക് ഓടിക്കാൻ പറ്റും. അങ്ങനെ പല രീതിക്ക് നമുക്ക് ഓടിക്കാൻ പറ്റും. ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഓടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഗട്ടറൊക്കെ കാണുമ്പോഴത്തേക്കും ഒന്ന് ബ്രേക്ക് ചെയ്ത് പതുക്കെ കയറി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഷോക്കിൻ്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നോളും. അല്ലെങ്കിൽ ഈ ഇമ്പാക്റ്റ് മുഴുവൻ വരുന്ന നമ്മുടെ സസ്പെൻഷനിലോട്ട് വരും, ടയറിലോട്ട് വരും. ഇങ്ങനെ എല്ലാത്തിലോട്ടും ഇമ്പാക്റ്റ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ വാഹനത്തിൻ്റെ ടയറിന് തേയ്മാനം വരും, സസ്പെൻഷന് പ്രശ്നം വരും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം അവിടെ പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരേ വാഹനത്തിൽ തന്നെ പല ഇത് കിട്ടുന്നത്. അത് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനം എൻ്റെ അതേ സെയിം വാഹനമാണ്, പക്ഷേ എന്നെ കഴിഞ്ഞും കൂടുതൽ ടയർ ലൈഫ് അദ്ദേഹത്തിന് കിട്ടി, എന്തുകൊണ്ട്? അപ്പോഴാണ് എനിക്കും ശരിക്കും പറഞ്ഞ ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ചോദ്യത്തിൽ വലിയൊരു കാര്യമുണ്ടെന്നുള്ളത് തന്നെ മനസ്സിലായത്. കാരണം നമ്മുടെ ഡ്രൈവിംഗ് രീതി ഒരു വലിയ വിഷയമുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ സഡനായിട്ടൊക്കെ ചവിട്ടി വിട്ടൊക്കെ പോകുമ്പോൾ, സഡനായിട്ടുള്ള ബ്രേക്കിംഗ് ചെയ്യുമ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ നമ്മുടെ ടയറിനും സസ്പെൻഷനും ഒക്കെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ സസ്പെൻഷൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ടയറിന് അൺഈവനായിട്ടുള്ള വെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ വാഹനത്തിൻ്റെ ടയർ എത്രയും പെട്ടെന്ന് തേഞ്ഞ് തീരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ തിരക്കില്ലാത്ത സമയമാണ്, വലിയ ധൃതി ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ച് ഒന്ന് മയത്തിൽ ഓടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. വാഹനത്തിനും നല്ലതാണ്, നമുക്കും നല്ലതാണ്. ഫ്യൂൽ എഫിഷ്യൻസിയും കിട്ടും, ടയറിന് ലൈഫും കിട്ടും, സസ്പെൻഷനും പ്രശ്നമൊന്നും വരത്തില്ല നമ്മൾ മര്യാദയ്ക്ക് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് കഴിവതും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യും.